അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഇന്ന് ഞാൻ ഇബ്രാഹിം നബിയുടെ കഥയാണ് പറയാൻ പോകുന്നത്. നീ തയ്യാറാണോ അമീർ? ശരി, തുടങ്ങാം. ഹാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്ലാമിക പ്രബോധനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അള്ളാഹു തന്റെ ജീവിതകാലത്ത് നൽകിയിരുന്ന എല്ലാ കൽപ്പനകളും അദ്ദേഹം നിറവേറ്റിയിരുന്നു. അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഫലമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ ലോകജനതയുടെ നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. നമുക്ക് ഇബ്രാഹിം നബിയുടെ കഥയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹ്. വളരെ കാലം മുമ്പ് ബാബിലോൺ എന്ന രാജ്യത്തായിരുന്നു ഇബ്രാഹിം നബിയുടെ ജനനം. അദ്ദേഹം ഒരു കുട്ടിയായിരിക്കെ തന്നെ ജ്ഞാനം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു. അത് അദ്ദേഹത്തെ വളരെ വിശേഷപ്പെട്ടവനാക്കി. ജനങ്ങൾ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവയെയും കല്ലുകൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെയും ആരാധിക്കുന്ന ഒരു സമയത്താണ് പ്രവാചകൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ശില്പിയായിരുന്നു. അവൻ സ്വന്തം കൈകളാൽ വിഗ്രഹങ്ങളുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരിക്കലും അള്ളാഹുവിനെ ആരാധിച്ചിരുന്നില്ല. ഇങ്ങനെയുള്ള വിചിത്രമായ പ്രതിമകളെക്കുറിച്ച് ഇബ്രാഹിം നബി അതിശയപ്പെട്ടിരുന്നു. ചിലപ്പോൾ അവൻ അവരോട് കളിക്കുമായിരുന്നു. എന്നാൽ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം അന്താളിച്ചു. ഈ കൽവിഗ്രഹങ്ങൾക്ക് മുന്നിൽ ആളുകൾ സാഷ്ടാംഗം നമിക്കുന്നത് എന്തുകൊണ്ടെന്ന് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. ഒരു ദിവസം മർധൂഖ് പ്രതിമ നിർമ്മിക്കുന്ന സമയത്ത് നബി പിതാവിനോട് ചോദിച്ചു, ജനങ്ങൾ എന്തിനാണ് ഈ കളിപ്പാട്ടങ്ങളെ ആരാധിക്കുന്നത്? അവർ ഞങ്ങളുടെ ദൈവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. പിതാവ് മറുപടി പറഞ്ഞു, ദൈവങ്ങളിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കാൻ നാം അവരെ ആരാധിക്കണം. ഇവർക്കെന്താ ഇത്ര വലിയ ചെവികൾ എന്ന് ഇബ്രാഹിം നബി പിതാവിനോട് ചോദിച്ചു. ദൈവങ്ങളുടെ ദേവനായ മർധൂഖ് ആണ് ഈ പ്രതിമ. പിതാവ് മറുപടി പറഞ്ഞു, വലിയ ചെവി അതിൻ്റെ ആഴത്തിലുള്ള അറിവിനെ സൂചിപ്പിക്കുന്നു. ഇബ്രാഹിം നബിക്ക് ആ സമയത്ത് 7 വയസ്സേ പ്രായമുള്ളൂവെങ്കിലും തൻ്റെ ചിരി നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാലം കഴിയുന്തോറും ഇബ്രാഹിം നബി അറിവും ജ്ഞാനവും നേടി. അള്ളാഹു ഏക സത്യദൈവം ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. മുതിർന്നു വരുന്തോറും വിഗ്രഹങ്ങളോടുള്ള വിദ്വേഷവും അദ്ദേഹത്തിന് വർദ്ധിച്ചു വന്നു. ഇബ്രാഹിം നബിക്ക് ഇപ്പോൾ 16 വയസ്സായി. തൻ്റെ പിതാവുമായി അദ്ദേഹം ക്ഷേത്രത്തിൽ പ്രവേശിച്ചപ്പോഴെല്ലാം തൻ്റെ ജനങ്ങൾ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്നതായി കാണാറുണ്ടായിരുന്നു. തൻ്റെ ജനം പാപമോചനം തേടുന്നതിന് യാഗങ്ങൾ അർപ്പിക്കുന്നതായി അദ്ദേഹം കണ്ടു. ഒരിക്കൽ ഇബ്രാഹിം നബി വീട് വിട്ട് സത്യദൈവത്തെ അന്വേഷിച്ച് നടന്നു. വളരെ കാലം അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞു. ഒടുവിൽ അദ്ദേഹം ഒരു മലയിലെത്തി. അദ്ദേഹം മലമുകളിൽ കയറി ഒരു ഗുഹയുടെ അടുത്തെത്തി. അവൻ വളരെ കാലം അവിടെയിരുന്നു. ഒരിക്കൽ അദ്ദേഹം വളരെ തിളങ്ങുന്ന ഒരു നക്ഷത്രത്തെ കണ്ടു. നക്ഷത്രത്തിൻ്റെ സൗന്ദര്യത്തെ കണ്ടപ്പോൾ ഈ നക്ഷത്രം അള്ളാഹുവാണെങ്കിലോ എന്ന് അദ്ദേഹം സംശയിച്ചു. കുറച്ച് സമയത്തിന് ശേഷം നക്ഷത്രം അപ്രത്യക്ഷമായി. നക്ഷത്രം അള്ളാഹുവല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. സത്യദൈവം ഒരിക്കലും മാറിപ്പോവുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്യില്ല. കുറച്ച് സമയത്തിന് ശേഷം ചന്ദ്രൻ ഉദിച്ചു. ചന്ദ്രൻ വളരെ മനോഹരമായിരുന്നു. അതിനാൽ ചന്ദ്രൻ അള്ളാഹു ആണെന്ന് ഇബ്രാഹിം നബി കരുതി. നബി കുറച്ചുനേരം ചന്ദ്രനിലേക്ക് തന്നെ നോക്കി നിന്നു. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ചന്ദ്രൻ ചക്രവാളത്തിൽ നിന്നും അപ്രത്യക്ഷമാകുമ്പോൾ അതുമല്ല ദൈവം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇബ്രാഹിം നബി വളരെ നിരാശനായിരുന്നു. എങ്കിലും അവൻ മലഞ്ചെരുവിലെ ആ പർവ്വതത്തിൻ്റെ മുകളിൽ തന്നെയിരുന്നു. സൂര്യപ്രകാശത്തെ നോക്കി ഇത് അള്ളാഹു ആണെങ്കിലോ എന്ന് വീണ്ടും ആശ്ചര്യപ്പെട്ടു. വൈകുന്നേരങ്ങളിൽ സൂര്യൻ ചക്രവാളത്തിൽ അസ്തമിച്ചപ്പോൾ അത് ദൈവമല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. സത്യദൈവം ഒരിക്കലും അസ്തമിക്കില്ല. യഥാർത്ഥ ദൈവത്തെ ഒരിക്കലും സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് ഇബ്രാഹിം നബി മനസ്സിലാക്കി. അള്ളാഹു സകല വസ്തുക്കളുടെയും സൃഷ്ടാവാണെന്നും
സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചു. അള്ളാഹു അദ്ദേഹത്തെ നേർവഴിയിലാക്കിയിരിക്കുന്നു. അപ്പോഴാണ് അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനായി തിരഞ്ഞെടുത്തതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. തൻ്റെ ജനത്തെ നയിക്കാൻ അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ഇത് അദ്ദേഹത്തിന് ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു. ഈ സന്തോഷവാർത്ത അറിയിക്കാൻ ഇബ്രാഹിം നബി തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് ഓടി. ഇത് അറിഞ്ഞ അദ്ദേഹത്തിൻ്റെ പിതാവ് കോപിഷ്ഠനായി. നിനക്കെങ്ങനെ എൻ്റെ ദൈവങ്ങളെ നിഷേധിക്കാൻ കഴിഞ്ഞു? പിതാവേ, എന്നെ പിന്തുടരൂ, ഞാൻ സത്യമാർഗത്തിൽ അങ്ങയെ നയിക്കാം. ഇബ്രാഹിം നബി പിതാവിനോട് യാചിച്ചു. ഇത് അറിഞ്ഞ അദ്ദേഹത്തിൻ്റെ പിതാവ് കോപിഷ്ഠനായി. നിനക്കെങ്ങനെ എൻ്റെ ദൈവങ്ങളെ നിഷേധിക്കാൻ കഴിഞ്ഞു? പിതാവേ, എന്നെ പിന്തുടരൂ, ഞാൻ സത്യമാർഗത്തിൽ അങ്ങയെ നയിക്കാം. ഇബ്രാഹിം നബി പിതാവിനോട് യാചിച്ചു. ഒന്നും ചെയ്യാനാകില്ലെന്ന് പിതാവ് ചിന്തിച്ചു. അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത് തൻ്റെ ദൗത്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. നബി മറ്റ് ആളുകളുടെ അടുത്തെത്തി അവരെ സന്മാർഗം ഉപദേശിച്ചു. ഏകദൈവം അള്ളാഹു മാത്രമാണ്. അള്ളാഹുവല്ലാതെ യാതൊരു ദൈവവുമില്ല. അവനല്ലാതെ ആരാധനയ്ക്കർഹൻ മറ്റാരുമില്ല. ഞാൻ ഇനി ഒരിക്കലും വിഗ്രഹങ്ങളുടെ മുൻപിൽ വീണ് നമസ്കരിക്കില്ല. അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ ആളുകൾ വളരെ രോഷാകുലരായി. നിങ്ങൾ എന്തിനാണ് ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്? അവർക്ക് ശക്തിയില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് അദ്ദേഹം വീണ്ടും അവരോട് ചോദിച്ചു. അവർ ഇബ്രാഹിം നബിയെ ഭീഷണിപ്പെടുത്തി. ആയതിനാൽ അദ്ദേഹത്തിന് അവിടം വിട്ട് പോകേണ്ടി വന്നു. വിഗ്രഹം യഥാർത്ഥ ദൈവങ്ങളല്ലെന്ന് അവരെ കാണിക്കാൻ ഒരു ഉപായത്തെ പ്രവാചകൻ ചിന്തിച്ചു. ഒരു ദിവസം ഒരു വലിയ ആഘോഷം അവിടെയുള്ള നദിക്കരയിൽ വച്ച് നടന്നു. നഗരത്തിലെ എല്ലാവരും അവിടെ കാണുമെന്ന് നബിക്കറിയാമായിരുന്നു. പട്ടണത്തിൽ ആരും ഉണ്ടായിരുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതുവരെ പ്രവാചകൻ കാത്തിരുന്നു. അദ്ദേഹം ഒരു കോടാലിയെടുത്ത് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി. അവിടെ ഒട്ടേറെ വിഗ്രഹങ്ങളുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെല്ലാം തച്ചുടച്ചു. ഒന്നു ഒഴികെ എല്ലാ വിഗ്രഹങ്ങളും തകർത്തു. അത് ആ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണ്. ഈ പ്രതിമയുടെ കഴുത്തിൽ ഒരു കോടാലി വച്ച് അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി. പിറ്റേ ദിവസം നഗരത്തിലെ ആളുകൾ ആരാധനയ്ക്കായി ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ വിഗ്രഹങ്ങൾ തകർന്നു തരിപ്പണമായത് കണ്ട് അവർ ഞെട്ടി. വിഗ്രഹങ്ങളുടെ കഷ്ണങ്ങൾ ചുറ്റിലും ചിതറിക്കിടക്കുകയായിരുന്നു. ഈ ഭീകരമായ പ്രവൃത്തി ചെയ്തവർ ആരായിരിക്കുമെന്നവർ ഒത്തുകൂടി ചർച്ച ചെയ്തു. ഇന്നലെ കമ്പോളത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു എന്ന് അവരിൽ ഒരാൾ പറഞ്ഞു. അവൻ നമ്മുടെ ദൈവങ്ങൾക്കെതിരെയാണ് സംസാരിച്ചിരുന്നത്. എനിക്കയാളെ അറിയാം, പേര് ഇബ്രാഹിം എന്നാണ്. ആളുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണുകയും ക്ഷേത്രത്തിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരികയും ചെയ്തു. നീയാണോ ഇതെല്ലാം ചെയ്തത്? എന്തിനാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? ഇവിടെ ഒരു വലിയ ദൈവം നിൽക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചാൽ പോരെ? ഇത് അവിടെയുള്ളവരെ ചൊടിപ്പിച്ചു. വിഗ്രഹങ്ങൾ സംസാരിക്കില്ല. നീ എന്താ ഞങ്ങളെ കളിപ്പിക്കുകയാണോ? സംസാരിക്കാൻ പോലും കഴിവില്ലെങ്കിൽ ഈ വിഗ്രഹങ്ങളെ പിന്നെ എന്തിനാണ് ആരാധിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവർക്ക് കാണാനോ കേൾക്കാനോ സാധിക്കില്ലല്ലോ. അവിടെ കൂടിയിരുന്നവർക്ക് ഒന്നും പറയാനുണ്ടായില്ല. അവർക്ക് നാണക്കേട് തോന്നി. ചിലർക്ക് ഇബ്രാഹിം നബി പറയുന്നത് സത്യമാണെന്ന് മനസ്സിലായി. എന്നാൽ മറ്റുള്ളവർ അപ്പോഴും വൈരാഗ്യം വച്ചുകൊണ്ടിരുന്നു. അവനെ കൊല്ലണം! ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. അവർ അദ്ദേഹത്തെ ചങ്ങലകൾ കൊണ്ട് കെട്ടിയിട്ടു. അദ്ദേഹത്തെ എന്ത് ചെയ്യണം എന്നുകൂടി ആലോചിച്ചു. അവനെ ചുട്ടുകൊല്ലണം! ഒരാൾ പറഞ്ഞു. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള തീയിൽ അവനെ എറിയണം! മറ്റൊരാൾ പറഞ്ഞു. ഇത് നല്ലൊരു തീരുമാനമാണെന്ന് എല്ലാവരും കരുതി. അങ്ങനെ ബാബിലോണിലെ ആളുകൾ തീയുണ്ടാക്കാൻ ആരംഭിച്ചു. ഭയാനകമായ തീ. പക്ഷികൾക്ക് പോലും
അതിൻ്റെ മുകളിലൂടെ പറക്കാൻ പറ്റാത്ത അവസ്ഥ. ആളുകൾക്ക് അതിൻ്റെ അടുത്തുപോലും പോകാൻ സാധിക്കില്ലായിരുന്നു. മാഷാ അല്ലാ, വളരെ മനോഹരമായ കഥ. ഇന്നിനി ഇത്രയും മതി. ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ പറയാം. ഓക്കേ ബാബ. ഈ കഥയെക്കുറിച്ച് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാലോ? ഹാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എവിടെയാണ് ജനിച്ചത്? ബാബിലോൺ. അദ്ദേഹം ബാബിലോണിൽ ജനിച്ചു. മാഷാ അല്ലാ, അത് ശരിയാണ്. ഇബ്രാഹിം നബിയുടെ പിതാവിൻ്റെ ജോലി എന്തായിരുന്നു? ഞാൻ നിനക്ക് കുറച്ച് ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ ആശാരി, ഓപ്ഷൻ ബി ശില്പി, ഓപ്ഷൻ സി മരം വെട്ടുകാരൻ. ഇത് വളരെ എളുപ്പമുള്ളതാണ്. ഓപ്ഷൻ ബി, ഒരു ശില്പിയായിരുന്നു. അതും ശരിയാണ്. നിനക്കുള്ള അടുത്ത ചോദ്യം. എന്തുകൊണ്ടാണ് നബിയോട് വീട് വിട്ടുപോകാൻ പിതാവ് ആവശ്യപ്പെട്ടത്? പ്രവാചകൻ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ വിസമ്മതിച്ചു. ഇത് അദ്ദേഹത്തിന്റെ പിതാവിനെ ചൊടിപ്പിച്ചു. അതുകൊണ്ട് വീട് വിട്ടു പോകാൻ ആവശ്യപ്പെട്ടു. ഇത് ശരിയാണോ ബാബ? അതെ, ശരിയാണ്.